വേണ്ടിയല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് എന്റെ അനുകൂലത്തിന് വേണ്ടിയല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ ഭർത്താവിനെ കണ്ടെത്താനാണ്. അല്ലാതെ എന്റെ മോന്റെ ചികിത്സയ്ക്കോ എന്റെ ജോലിക്കോ വേണ്ടിയല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് എന്റെ ഭർത്താവിനെയാണ് വേണ്ടത്. അതിന്റെ തിരച്ചിലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ഒന്നിനു വേണ്ടിയല്ല എനിക്ക് വേണ്ടത്. എനിക്ക് അതിനാണ് ഉത്തരം വേണ്ടത്. എന്റെ സീൻചേട്ടൻ എവിടെ? അതിനുള്ള ഉത്തരമാണ് വേണ്ടത്. ശനിയാഴ്ച മൊത്തം നിങ്ങൾ തിരക്കാത്ത കാരണം എന്ത്? ഇത്ര നേരമായിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു തെരച്ചിൽ നടത്തിയോ? അതിനുള്ള ആൻസർ പറ. എനിക്ക് അതിനാണ് ഉത്തരം വേണ്ടല്ലോ. അല്ലാതെ എന്റെ ജോലിയോ എന്റെ മക്കളുടേതോ അതൊന്നും എനിക്ക് ആവശ്യമല്ല. അതിനു വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നിരുന്നത്. എന്റെ ഭർത്താവിനെ തിരക്കാനാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. ഇന്ന് 8 ദിവസമായി എന്റെ ഭർത്താവ് പോയിട്ട്. അതിനെ കുറിച്ച് തിരക്കാനാണ് ഞാൻ ഇവിടെ ഇരുന്നത്. പറഞ്ഞാല് കോസ്റ്റ് ഗാർഡിന്റെ കപ്പല്, അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ 1.5 മണിക്കൂറായിരുന്നു സെർച്ച് പറഞ്ഞിരുന്നത്. ഇന്ന് 3 മണിക്കൂർ അവർ സെർച്ച് നടത്തുന്നുണ്ട്. ഉറപ്പുണ്ട്. അവരുടെ ക്രാഫ്റ്റിന്റെ നമ്പർ തന്നിട്ടുണ്ട്. എയർക്രാഫ്റ്റിന്റെ നമ്പർ തന്നിട്ടുണ്ട്. എയർക്രാഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു സ്പോട്ട് മാത്രമല്ലല്ലോ അവര് ജില്ലയുടെ മൊത്തം ഭാഗമാണ് കവർ ചെയ്യുന്നത്, മൊത്തം ഭാഗമാണ് നോക്കുന്നത്. അല്ലാതെ നമ്മൾ ഇവിടുന്ന് ഇത് മാറിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ മൊത്തത്തിൽ കപ്പലും അതുപോലെ തന്നെ ഉൾപ്രദേശത്തെ നമ്മളിപ്പോൾ ഒഴുക്ക് തെക്കോട്ടാണെന്നാണ് മനസ്സിലാക്കി പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് കന്യാകുമാരി ഭാഗം വരെ കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം കോസ്റ്റ് ഗാർഡ് ഷിപ്പും അതുപോലെ തന്നെ ആ ഒരു സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതുപോലെ ഇത്രയും പറഞ്ഞിരുന്നത് 1 മണി മരണങ്ങൾ സംഭവിച്ചപ്പോൾ നിങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനുള്ള നടപടി ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഡിമാൻഡ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. 2007 ഈ ഇപ്പൊ മരിച്ച കൊച്ചിന്റെ അച്ഛനും അമ്മയും ഇവിടെ കറണ്ട് അടിച്ച് മരിച്ചു. അന്ന് ഈ 2 കൊച്ചുങ്ങൾക്ക് അന്ന് ഗവൺമെന്റ് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞതാ പ്രായപൂർത്തിയായിട്ട്. അതിലൊരാളാ ഇന്നും ചത്തത്. അന്ന് നമ്മളെ ജോലിയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. 2007 കറണ്ട് അടിച്ച് റോട്ടിൽ ഈ കമ്പി പൊട്ടിക്കിടന്ന് അന്ന് മരിച്ചതാ. ഈ കറണ്ട് അടിച്ച് അന്ന് അച്ഛനും അമ്മയും സഹോദരി 3 പേര് മരിച്ച്. അതിൽ 2 പിള്ളേരായത് ബാക്കി ഉണ്ടായിരുന്നത്. ഈ 2 കൊച്ചുങ്ങൾക്ക് അന്ന് ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ജോലി കൊടുക്കാന്ന് പറഞ്ഞതാ. അത് അവർ ജോലിയും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. അതാണ് ഈ അനുഭവം വന്നത് അവർക്ക്. ചെയ്തിരുന്നെങ്കിൽ അന്ന് ഇന്ന് കടലിൽ പോകില്ലായിരുന്നു. ഇത് മാത്രം പോരാ, ഞങ്ങളുടെ ഈ കുടുംബത്തിന്റെ ഇത് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ റോഡിൽ അപകടം സംഭവിക്കുന്ന സമയത്ത് സ്പോട്ടിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനം കൂടെ ചെയ്യുക. ഇപ്പൊ സ്പോട്ടിൽ ചെയ്യുന്ന സംവിധാനങ്ങളില്ല. കടലിൽ മിസ്സായി എത്ര നേരം കഴുകിട്ടാണ്. അപ്പൊ സ്പോട്ടിൽ എന്തെങ്കിലും അവരെ രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങൾ ഇമ്മീഡിയറ്റ് ചെയ്യണം. കാരണം ഇനി വർഷകാലം വരുന്നത് അതാണ് മെസ്സായിട്ട് വേണ്ടത്. കാരണം ഇനി ഉപജീവന മാർഗമാണ് നമ്മുടെ സാധാരണക്കാരുടെ ഉപജീവന മാർഗമാണ് അവർക്ക്. അവർ ബദർ നോക്കത്തില്ല, അവരുടെ കുടുംബത്തെ പോകാൻ വേണ്ടി അവർ പോകും ജോലിക്ക്. അപ്പൊ അത് വേണ്ടത് സപ്പോർട്ടാണ്. അന്നത് നിലവിൽ വന്നിരുന്നെങ്കിൽ ഇന്നീ കൊച്ചു കടലിൽ പോവില്ലായിരുന്നു. ഈ വെള്ളം പോകില്ലായിരുന്നു. 2 ദിവസമല്ല, വർഷങ്ങളായി ഗവൺമെന്റ് എവിടെ പ്രവർത്തിച്ചല്ലോ. നാളെയും ഇതുപോലെ ഗവൺമെന്റ് എവിടെ പ്രവർത്തിച്ചു എടുക്കുന്നതാണ് ഞങ്ങളുടെ അടുത്ത ചോദ്യം. ഇവിടെ പള്ളിയിലെ അച്ഛന്മാരെ വിളിച്ചു പറഞ്ഞു ആളുകളെല്ലാം നമ്മളെപ്പോലെ ജീവനാണ് അതെല്ലാം രക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് എല്ലാ ജനങ്ങളും വള്ളവും കൊണ്ടുപോയാണ് എല്ലാവരെയും രക്ഷപ്പെടുത്തി. ആഹാരം പോലും ഇല്ലാതെ വന്നവരും ഉണ്ട്, ഇപ്പോഴും നിലവിലുണ്ട്. ആ സാഹചര്യം പോലും ഇന്ന് ഗവൺമെന്റ് മുതലെടുക്കുന്നില്ല. അതിന് മത്സ്യത്തൊഴിലാളികൾ വള്ളവും കൊണ്ട് ഏത് ഒഴുക്കിനും ഏത് പ്രളയത്തിനും പോകും. പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവൻ പോയപ്പോ എല്ലാവരും അവരവരുടെ വീടുകളിൽ അവരുടെ റൂമുകളിൽ അവരുടെ AC കത്തും ഒതുങ്ങിക്കൂടിയാണ് ചെയ്യണത്. 1-2 ദിവസമല്ല ഞങ്ങൾ ഈ
8 ദിവസം ആവണം. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾ ഉള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും ഇരകളാണ് മത്സ്യത്തൊഴിലാളികൾ. നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ. അവരുടെ ജീവനുകൾക്ക് വിലയില്ല. ശനിയാഴ്ച നിങ്ങൾ എന്തോന്ന് പറഞ്ഞു? തിരക്കി തരാ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന ഞങ്ങളെ വീട്ടിൽ പറഞ്ഞു വിട്ടത്. 5 മണിവരെ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. 5 മണിവരെ നിങ്ങൾ ഒന്നും ചെയ്യണം. ആ ജീവനെ നിങ്ങൾക്ക് രക്ഷിക്കാന്നേ ഉള്ളായിരുന്നു. നിങ്ങളുടെ അശ്രദ്ധ മൂലമാണ് ആ ജീവൻ പോയത്. ആ ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മഴ തീരുന്നു. നിങ്ങൾ ആ അശ്രദ്ധ മൂലമാണ് ആ ജീവൻ പോയത്. ടെമ്പറേച്ചർ അല്ല നോക്കണത്, ഓക്സിജൻ അളവാണ് നോക്കണത്. അവന് ഈ നിമിഷം ഓക്സിജൻ അളവ് പറഞ്ഞ എത്രയും